വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അഞ്ചെണ്ണമാണ് നമ്മുടെ അവസാനത്തെ ലാപ്പില് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിൽ നിന്നാണ് നമുക്കറിയാം ഇന്നത്തെ ചാമ്പ്യൻ ഓഫ് ദി ഷോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അതാണ് ഈ റോട്ട് വീലർ ഇനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ലൊരു കാവൽ നായയാണ്. ഏതൊരു കള്ളനും ആ വീട്ടില് റിസ്ക് എടുത്ത് കയറി മോഷ്ടിക്കില്ല. ഈ ഒരു റോഡ് വീലറിന്റെ പണം തന്നെ കണ്ടാൽ മതി. പിന്നെ ആ അടുത്തൊരു 3 വീടപ്പുറം ആണ് കയറുള്ളൂ. അല്ലാതെ ആ ഭാഗത്ത് കള്ളന്റെ പൊടിപോലും ഉണ്ടാവില്ല. നമുക്കറിയാം ഒരു 1/2 കിലോമീറ്റർ ദൂരത്ത് തന്നെ കള്ളന്മാരെ തിരിച്ചറിയാനുള്ള ആ ഒരു ശക്തിയാണ് ഉള്ളത്. കാരണം വളരെ സ്മെല്ലിംഗ് പവർ ഭയങ്കര. ഉടമസ്ഥനെ പണ്ടൊക്കെ ഇത് സിംഗിൾ ഓണർ ഡോഗ് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ശ്വാനവർഗമായിട്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് വീട്ടിലുള്ള എല്ലാവർക്കും അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലേക്ക് അതിനെ ഇണക്കി കൊണ്ടുവന്നു. അല്ലെങ്കിൽ അതിനെ ട്രെയിനിങ് മിടുക്കനായ ഇവൻ എസ്റ്റേറ്റുകൾക്ക് കാവൽ നിൽക്കാനും വേണമെങ്കിൽ സുമോ ഗുസ്തിക്കാരെ പോലെ മൽപ്പിടത്തിൽ നിന്ന് നമ്മളെ തട്ടി തെറിപ്പിച്ചിടാനും കഴിവുള്ള ഒരു ശ്വാനവർഗമാണ് ബുൾമാസ്റ്റിഫ്. ഇനമാണ് ഈ ബുൾമാസ്റ്റിഫ്. മാസ്റ്റിഫ് എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ളത് എന്നാണ് അർത്ഥം. വളരെ വലുപ്പമുള്ള ധൈര്യം കാണിക്കുന്ന സ്വന്തം പേര് കളയാത്ത ഒരു ഇനമാണ് ഈ മാസ്റ്റിഫ് ഇനത്തിൽപ്പെട്ടത്. കുടുംബത്തിലെ തന്നെ വളരെ എണ്ണാവുന്ന എണ്ണം മാത്രമേ ഉള്ളൂ. നീളമുള്ള മുടി ചെറുതാക്കുക. അതുപോലെ ചെല്ലിയാണെങ്കിൽ അത് ക്രോപ്പിംഗ് എന്ന് പറയും. ചെറിയൊരു ട്രയാങ്കിൾ ആക്കി മാറ്റുകയാണ്. ഒരു ശ്വാന വർഗത്തിൽപ്പെട്ടതാണ് ഈ സൈബീരിയയിലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്നേഹവും അതിനോടൊപ്പം തന്നെ അതിന്റെ കണ്ണും ചെവിയും എല്ലാം വളരെ സ്പഷ്ട. നമുക്കറിയാം ഇത് വെറും ഒരു റോഡ് വീലർ അല്ല. സിനിമയിൽ അഭിനയിച്ച് പപ്പി പ്രോ എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ഒരു ശ്വാന. ഇതിന്റെ പേര് സാധാരണ കോളേജിനൊക്കെ പേരാണ് ഡീൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിന് പകരം വയ്ക്കുന്ന പേരാണ് ഡീൻ. ഇവിടെ ഇവന്റെ പേര് നേരിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡീൻ എന്നാണ് ഇവന്റെ പേര്. നമുക്കറിയാം ഡൽഹിയിലെ ഒരു വാച്ചറെ കടിച്ചു കീറി കൊന്നിട്ടുള്ള പാരമ്പര്യമുള്ള വർഗ കള്ളന്മാര് ഇന്നത്തെ കാലത്ത് സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ വീട്ടിലൊരു റോഡ് വീലർ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ശമ്പളക്കാരെ വയ്ക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു റോഡ് വീലറിനെ വീടിനകത്ത് വളർത്തുന്നത്. കാരണം ഇന്നൊക്കെ വീട് തല്ലിപ്പൊളിച്ച് വീടിനകത്ത് അതിക്രമിച്ച് കിടക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് ഏറ്റവും തുണയായത് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എന്തു തന്നെയായാലും നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അവരെ
നല്ല രീതിയിൽ നല്ലൊരു ഫ്രണ്ടായും നല്ലൊരു കാവൽക്കാരനായും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതായി ചേസ് നമ്പർ 2. ഇതൊക്കെയുള്ള കാലത്താണ് പെട്ടെന്ന് ശക്തിമാനായ റോഡ് വീലർ നമ്മുടെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ. പണ്ടുകാലത്ത് ഇവനൊരു പേരുണ്ടായിരുന്നു കില്ലർ ഡോഗ് എന്ന്. പക്ഷെ ഇന്നിപ്പോൾ അതിന്റെ പേര് മാറ്റി ഹോംലി ഡോഗാക്കി മാറ്റി. അത്രയും ഒരു പാരമ്പര്യം തന്നെ ഇവനുണ്ട്. വളരെ ശത്രുക്കളെ തുരത്തി ഓടിക്കാനുള്ള കഴിവ് അത് അപാരം തന്നെയാണ്. നീണ്ട നടത്തവും വ്യായാമവും ഒക്കെ ഇവന് വളരെ ആവശ്യമുള്ളതാണ്. വെറുതെ ഇരിക്കില്ല. എപ്പോഴും ഇങ്ങനെ മൂവ്മെന്റ് ഇഷ്ടപ്പെടുന്ന, തണുപ്പ് ഇഷ്ടപ്പെടുന്ന നിയോപ്രിൻ മാസ്റ്ററാണ് ഇന്ന് ഇപ്പോൾ. ഒതുക്കമുള്ള തുകലുകൾ പോലെയുള്ള രോമവിന്യാസം ഇവരെ വളരെ സുന്ദരമാക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏത് ജോലിയാണ് അവനെ ഏൽപ്പിക്കുന്നത് ആ ജോലി കൃത്യമായി ചെയ്യാനുള്ള മിടുക്ക് അത് ഇതിൽ വളരെ വ്യക്തമാണ്. ഈ ഗോൾഡൻ റിട്രീവറിൽ ബ്രിട്ടൻ എന്ന രാജ്യമാണ് ഇവന്റെ ഉത്ഭവം. നിത്യ സവാരിയും ഓട്ടവും ഇഷ്ടപ്പെടുന്നവന് വ്യായാമം വളരെ ആവശ്യമാണ്. വളരെ അനുസരണയും സ്നേഹവും ഒക്കെ നൽകുന്ന യജമാനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു നല്ല ശ്വാനവർഗത്തിൽപ്പെട്ടതാണ് ഗോൾഡൻ. എല്ലാവർക്കും ഒരു വീട്ടിനകത്ത് വളർത്താവുന്ന ഒരു നല്ല ഒരു ശ്വാനവർഗമാണ്. ആരും ഇഷ്ടപ്പെട്ടു പോകും. ഒരു അഞ്ഞിങ്ങട്ടുമാരി ഓടി നടക്കുന്ന ചെറുപ്പത്തില് ഉടമസ്ഥനെ വളരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വർണ്ണവർണ്ണം, അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത്. ബ്രിട്ടനിലെ ഏതൊരു കുടുംബത്തിൽ ചെന്നാലും ഒരു ഗോൾഡൻ റിട്രീവറിനെ കാണാം എന്നുള്ളതാണ് പ്രത്യേകത. അനുസരണയും സ്നേഹവും ഒരുപോലെ കാണിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ ഒരു ഹോബിയാണ് ഇതിനുള്ളത്. വിരട്ടുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. കൊല വളരെ കുറവാണ്. ഇതിന്റെയും സ്വദേശം ബ്രിട്ടനാണ്. വളരെ ബുദ്ധിശാലിയും
ഊർജസ്വലമായി നിൽക്കുന്നവൻ ആരെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തും. നായ്ക്കളെ ബുൾഡോഗുമായി ഇണചേർത്ത് അതിൽ നിന്നുണ്ടാവുന്നതാണ് ബുൾ മാസ്റ്റിഫ് എന്നാണ് പറയുന്നത്. വനം കൊള്ളക്കാരെയും മയക്കുമരുന്ന് വേട്ടക്കാരെയും സെയിന്റ് ബെർണാർഡ്. കൊണ്ട് ആറാം ഇന്ദ്രിയം ഉണ്ട് എന്ന് പറയുന്നത് ഈ സെയിന്റ് ബെർണാർഡിനാണ്. ഹിമപാതവും തണുപ്പും ഇഷ്ടപ്പെടുന്ന സെയിന്റ് ബെർണാർഡ് മലയിടുക്കുകളിലാണ് ഇതിന്റെ ഒറിജിൻ. പർവ്വത ആരോഹകർക്ക് വളരെ കൂട്ടാണ്. തണുപ്പിൽ അല്ലെങ്കിൽ മഞ്ഞിൽ നിന്ന് ആളുകളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക കഴിവ്. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നത് അമേരിക്കൻ ഷെഫേർഡ് ടെറിയർ, ചെസ് നമ്പർ 22. ചെസ് നമ്പർ 22. സത്യത്തിൽ ഇതിന്റെ ചെവി നീളമുള്ള ചെവിയാണ്. അത് ഭംഗി കൂട്ടുന്നതിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ തലയുടെ ഭാരം വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ഒരു പിടുത്തങ്ങൾ പിടിച്ച നല്ലൊരു മസില്, ഒരു കാഫ് മസില് തന്നെ അകത്ത് പോകുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഭയങ്കര ഗോൾഡൻ റിട്രീവർ, ചെസ് നമ്പർ 17, ചെസ് നമ്പർ 19. ബുൾ മാസ്റ്റിഫ്, ചെസ് നമ്പർ 11. സെയിന്റ് ബെർണാർഡ്, ചെസ് നമ്പർ 25. താഴ്ത്തിക്കോളൂ, കുഴപ്പമില്ല. ക്യാമറ പോസ് മതി. കൂടെ ഇരിക്കണേ. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരും ആകാംക്ഷ കയ്യടി കൊടുക്കൂ പ്ലീസ്. നിങ്ങൾ ഒരു കയ്യടി കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കൂ. കണ്ടില്ലേ, നമുക്ക് വേണ്ടി നമ്മളനുസരിക്കുന്ന ഉണ്ടാവണം. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അറിവ് പറഞ്ഞു കേട്ടു. പറഞ്ഞതൊക്കെ അനുസരിക്കണമെങ്കിൽ നിങ്ങളൊരു നായയെ വിളിച്ച് വളർത്തിക്കോളൂ. അതുപോലെ നിങ്ങൾക്കൊരു നല്ലൊരു ശ്വാനം ഉണ്ടെങ്കിൽ, നായ്ക്കുട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും. ഇന്നത്തെ കാലത്ത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശ്വാനവർഗത്തെ പരിശീലിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. പണ്ട് കാലത്ത് അവർക്ക് വഴികാട്ടിയായി ഏറ്റവും കൂടുതലുണ്ടാവുന്ന ഒരു വർഗമാണ് ശ്വാന. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കണ്ണു കാണാത്ത റോഡ് ക്രോസ് ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന, കള്ളന്മാരെ മയക്കുമരുന്ന് രോഗികളെ തടയുന്ന, വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്നവരെ തടയുന്ന ഒരു സഹായിയാണ് മനുഷ്യന്റെ കൂടപ്പുറത്തായി. പപ്പി ഇനത്തിൽപ്പെട്ട അവരാണ് ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടത്. സൈബീരിയൻ ഹസ്കി, ചെസ് നമ്പർ 20. അതിൽ നിന്ന്
ഇതിനെ കാണുകയാണ്. നമുക്കറിയാം ഇതിൽ എന്തായാലും ഒരാൾക്കാണ് ചാമ്പ്യൻ പട്ടം കിട്ടുള്ള എന്നുള്ളതുകൊണ്ട് ബാക്കി 5 പേരെയും നമ്മൾ ഒഴിവാക്കിയാൽ അവരൊക്കെ ഓരോ ബെസ്റ്റ് ഓഫ് ദി ബ്രീഡാണ് എന്നുള്ളതാണ്. അവർക്കും സമ്മാനമുണ്ട്. പക്ഷേ ചാമ്പ്യൻ ഓഫ് ദി ഷോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഫുട്ബോൾ സെറ്റിലെ ചാമ്പ്യനാണ്. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അവര് ഇപ്പോൾ ഒരാൾ പിണങ്ങി പുറകോട്ട് പോയിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ല, എനിക്കൊന്നും വേണ്ട, എന്റെ സഹപ്രവർത്തകന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറകോട്ട് മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാള് ഞാനത് കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇനി ഒരാള് എനിക്കൊന്നും വേണ്ട, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടായാൽ മതി എന്ന് പറയുന്ന ഒരാളും ഇതുകൊണ്ട്. എനിക്കൊരു അവാർഡും വേണ്ട, എനിക്കൊരു ചാമ്പ്യൻ പട്ടം വേണ്ട, എനിക്ക് ഇവിടെയുള്ള ജനങ്ങളെ നേരിട്ട് കാണുക എന്നത് മാത്രമാണ് എന്റെ സന്തോഷം എന്ന് പറയുന്ന ഷാനവർഗവും കൂടിയുണ്ട്. അന്നതാണ് അവിടുത്തെ പ്രത്യേകത. എന്തായാലും നമ്മുടെ ജഡ്ജിയെ കുഴയ്ക്കുന്ന ജഡ്ജിക്ക് കൂടുതൽ ഓരോരുത്തരും വളരെ കഴിവുള്ളവരും. പക്ഷേ കണ്ടിപ്പോൾ അപ്പോൾ നിങ്ങൾ നല്ലൊരു കയ്യടി കൊടുത്തിട്ട് ജഡ്ജി പറയുന്നത് ഇറക്കിക്കൊള്ളാനാണ്. നിങ്ങൾ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ചാമ്പ്യനോ ഷോ. ഇനി ആ കൊച്ചു കുട്ടികളുടെ ഇനത്തിൽ നിന്നൊരു ചെറിയ ഒരു കുട്ടി ചാമ്പ്യനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ചാമ്പ്യൻ ഫസ്റ്റ് നമ്പർക്കായിട്ട് 2 എൻട്രികളുണ്ട്. ഫസ്റ്റ് നമ്പർ 10 ന്യൂട്രൽ മാസ്റ്ററിനെത്തിൽപ്പെട്ടതും സൈബീരിയൻ ഇനത്തിൽപ്പെട്ട ചെസ് നമ്പർ 20. സെക്കൻഡ് നമ്പർക്കായിട്ട് ഗൗഡൻ ഇനത്തിൽപ്പെട്ട ചെസ് നമ്പർ 18 ഇനത്തിൽപ്പെട്ടത്. ഫസ്റ്റ് നമ്പർക്കായിട്ട് ന്യൂട്രൽ മാസ്റ്റർ ഇനത്തിൽപ്പെട്ട ചെസ് നമ്പർ 10 സൈബീരിയൻ ഇനത്തിൽപ്പെട്ട ചെസ് നമ്പർ 20. സെക്കൻഡ് റണ്ണറപ്പായിട്ട്